ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മകനും മരുമകളും കൂടെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ചന്ദ്രമതിക്ക് അങ്ങ് സഹിക്കുന്നില്ല. ചന്ദ്രമതി ആണെങ്കിൽ ഇവൾ എന്തൊരു അഹങ്കാരിയാണ്, ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കലിപ്പ് കയറി അവിടെ അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ശ്രീകാന്ത് നോക്കുമ്പോൾ അമ്മയെ കണ്ടു. അപ്പോൾ അമ്മയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ചമ്മലോടുകൂടി ശ്രീകാന്ത് ചാടി എഴുന്നേറ്റ് പോകാൻ നോക്കുക. പെട്ടെന്ന് അമ്മ ഇങ്ങോട്ടല്ലേ വരുന്നത്, ഇതിട്ട് കഴിഞ്ഞിട്ട് നീ പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് വർഷ ശ്രീകാന്തിനെ അവിടെ പിടിച്ചിരുത്തി. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇവരുടെ അടുത്തേക്ക് വന്നു. ആൻറ്റി എന്നും പറഞ്ഞു വർഷ വിളിക്കുക. എന്താ വർഷ ഇത്, നീ എന്താ കാല് അവൻ്റെ മേലെ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ കാല് മസാജ് ചെയ്യാൻ വേണ്ടി കയറ്റി വെച്ചതാ ആൻറ്റി, കാലിന് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മസാജ് ചെയ്യണമെങ്കിൽ ശ്രുതിയോട് പറഞ്ഞാൽ പോരെ, ഇവനെ കൊണ്ടാണോ ചെയ്യിപ്പിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പം അതിന് ശ്രുതി ചേച്ചി ഇവിടെ ഇല്ലല്ലോ, പിന്നെ ഇവൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് ആൻറ്റി, പിന്നെ ശ്രുതി ചേച്ചി ഇവിടെ ഉണ്ടായാലും ഞാൻ ഇവനെ കൊണ്ടേ ഇത് ചെയ്യിക്കത്തുള്ളൂ എന്ന് വർഷം ഇങ്ങനെ പറഞ്ഞു. ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നീ എന്താണ് നോക്കിയിരിക്കുന്നത്, കണ്ടിന്യൂ ചെയ്യടാന്നും പറഞ്ഞുകൊണ്ട് ക്യൂടെക്സ് ഇടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രീകാന്തിനെ കൊണ്ട്. ഇനി പറയാം ആൻറ്റി, ഈ പോളിഷൊക്കെ നിനക്ക് തന്നെ ഇട്ടുകൂടായിരുന്നോ, എന്തിനാ ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പം ഹസ്ബൻഡ് നെയിൽ പോളിഷ് ഇട്ട് തരുമ്പോഴേ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെന്ന് തന്നെയാണ് ചേച്ചിയെന്ന് വർഷ പറയുക. എന്ന് പറഞ്ഞ് ചന്ദ്രമതി നിൽക്കുക കേട്ടോ. നമ്മൾ നോക്കുന്നു. അതെ, ഈ കയ്യിലിട്ട് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇത് കാലിലൊക്കെ എങ്ങനെയാണ് ഇവനെ കൊണ്ടിടിക്കുന്നത്, കാലിലും നഖമുണ്ടല്ലോ ആൻറ്റി, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് വർഷം അന്നേരം ചോദിച്ചു. കാലും കൈയും തമ്മിൽ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല ആൻറ്റി എന്ന് പറയുമ്പോൾ എന്താടാ ശ്രീകാന്ത് ഇത്, നിനക്കിത് പറ്റില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു ചന്ദ്ര. വർഷ വയ്യാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പാവം അവൾ ആകെ ടയേർഡാ അമ്മേ എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത്. ആരെങ്കിലും കണ്ടാലിപ്പോൾ എന്ത് കരുതാനാണെന്ന് ചോദിച്ചു ചന്ദ്ര. ആര് കണ്ടാലിപ്പോൾ നമുക്കെന്താ എൻ്റെ കുഴപ്പം, ഹസ്ബൻഡ് വൈഫിൻ്റെ കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നു, നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നു, അതിനിപ്പോൾ എന്താ കുഴപ്പം, എന്താ ഇപ്പം ഇത്ര പറയാനുള്ളത്, ആൻറ്റി എന്തിനാ ഇതൊക്കെ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നേ. അല്ല വർഷേ, എന്തൊക്കെ പറഞ്ഞാലുവേ ഇവൻ നിന്റെ ഭർത്താവല്ലേ, കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പം ബഹുമാനം കൊടുക്കാൻ ഇവനാരാ, ഞാൻ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണോ എന്ന് ചോദിച്ചു വർഷ. ഇവൻ എൻ്റെ ഹസ്ബൻഡ് അല്ലേ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ നോക്കുക കേട്ടോ. വർഷയെ നോക്കുക ചന്ദ്രമതി. അപ്പം ഞങ്ങൾക്കിടയിൽ പരസ്പര റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയല്ലേ ലവ് എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അല്ലേടാ എന്നൊക്കെ വർഷ ചോദിക്കുമ്പോൾ കാലിൽ നെയിൽ പോളിഷ് ഇടിക്കലാണോ ലവ് എന്ന് ചോദിച്ചു ചന്ദ്ര. ആൻറ്റിക്ക് ഇതിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അറിയില്ല ആൻറ്റി, അതുകൊണ്ടാണ്. ശ്രീകാന്തെ കഴിഞ്ഞില്ലേടാ ആ നെയിൽ പോളിഷ് തന്നെ, എന്നിട്ട് അത് മേടിച്ച് വർഷ ചന്ദ്രയുടെ കയ്യിൽ കൊടുത്തു. ആൻറ്റി ഇത് പിടിക്കും, ആൻറ്റിയുടെ കയ്യിലും കാലിലും ഒക്കെ ഇത് കൊണ്ടുപോയി അങ്കിളിനോട് ഇട്ട് തരാൻ പറഞ്ഞു കൊടുത്തു. എന്താ നീ എന്താ പറഞ്ഞേ, ഇത് പിടിക്കുക ആൻറ്റി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കയ്യിലേക്ക് കൊടുത്തു. അങ്കിളിനോടും നെയിൽ പോളിഷ് ഇട്ട് തരാൻ പറ ആൻറ്റി, അപ്പം ആൻറ്റിക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാകുമെന്ന് പറഞ്ഞു നമ്മുടെ വർഷ. ഇവളെ നമ്മളോട് ശ്രീകാന്ത് തിരികെ ചെല്ല ആൻറ്റി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചന്ദ്രയെ പറഞ്ഞു വിടുക. ചന്ദ്ര അങ്ങ് മടിച്ചങ്ങ് പോയോ എന്നും ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് എഴുന്നേറ്റ് വന്നു. അയ്യോ വർഷേ, നീ എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറയാൻ പോയതെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നെ എന്താവും എന്തോ, അവരൊന്ന് ട്രയൽ ചെയ്ത് നോക്കട്ടെടാ, എങ്കിലല്ലേ ആൻറ്റിക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് പോയി. ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീകാന്ത് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന രവിയേട്ടനെ ചാടിച്ചുകൊണ്ട് ചെല്ലുന്നു. ഇത്ര നേരമായിട്ട് പത്രം വായിച്ച് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി. ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വല്ല നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ലെന്നൊക്കെ പറയുമ്പോൾ എന്ത് പറ്റി, അവൾ ഈ വീട്ടിലെ മരുമകളോ അതോ ഇവിടുത്തെ മഹാറാണിയോ? രേവതിയെ എന്തെങ്കിലും പറഞ്ഞാലോ നിനക്ക് ഉറക്കം വരുവുള്ളല്ലേ, ഞാൻ അവളെ ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, അല്ല ഈ മറ്റു രണ്ട് മരുമക്കളെയും നീ തലയിലേറ്റിക്കൊണ്ട് നടക്കുകയാണല്ലോ, രേവതിയാണല്ലോ നീ എന്ന് വഴക്കു പറയാറ്. ഞാൻ ശ്രീകാന്തിൻ്റെ ഭാര്യയെ പറ്റിയാ പറഞ്ഞത്. നീയോ എന്താ നോക്കുന്നേ, അല്ല അവൾ നിന്റെ ചെല്ലക്കുട്ടിയല്ലേ, പിന്നെ അവളെ പറ്റി നീ ഒന്നും പറയാറില്ലല്ലോ, പിന്നെ ഇപ്പം പെട്ടെന്ന് എന്ത് പറ്റി, അവൾ ശ്രീകാന്തിനെ പെടാപ്പാടിട്ട് പെടുത്തിക്കൊണ്ടിരിക്കുക, ഒരു ഭർത്താവിന് കൊടുക്കേണ്ട വിലയും ബഹുമാനവും ഒന്നും അവൾ അവന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഭർത്താവിന് കൊടുക്കേണ്ട വിലയും ബഹുമാനവും കൊടുക്കുന്നില്ല എന്ന് നീ തന്നെ എന്നോട് പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ രവിയേട്ടാ എന്താ ഞാൻ ഈ വീടിനെ ബഹുമാനിക്കുന്നില്ലെന്ന് ചോദിച്ചു വിരളിങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൊണ്ടിങ്ങനെ കൊണ്ടുവച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ബഹുമാനം കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചന്ദ്രയെന്ന്. എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി അവിടെ അങ്ങ് ഇരുന്നു. രവിയേട്ടൻ അവരുടെ മുറിയിലൊന്ന് ചെന്ന് നോക്കി. അവിടെ നടക്കുന്ന കൂത്ത് അപ്പം കാണാമെന്ന് ചന്ദ്രമതി പറയുക. അവൻ അവളുടെ കാല് പിടിക്കുക, നാണം കെട്ടവനെന്നൊക്കെ പറയുമ്പോൾ കാല് പിടിക്കുകയോ, അതേന്നേ വർഷ കാലിങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നു, അവൻ ഒരു ഉളുപ്പുമില്ലാതെ അവളുടെ കാലിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ തൊലി ഉരിഞ്ഞു പോയെന്നൊക്കെ പറയുമ്പോൾ അപ്പം അതാണ് കാര്യമല്ലേ, അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ചന്ദ്രൻ, അവരങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നിനക്കെന്താ, നീ എന്തിനാ അതൊക്കെ എത്തി നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഈ വീട്ടിൽ എല്ലായിടത്തും എൻ്റെ കണ്ണെത്തണ്ടേ, ഞാനല്ല ഈ വീട്ടിലെ ഗ്രഹനാഥ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കണു. അവനെ അടിമയാക്കി വെച്ചിരിക്കുക, ഇതൊന്നും ചുമ്മാ കണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു.
രവിയേട്ടന് ചിരി വരുന്നുണ്ട്. ഞാൻ രവിയേട്ടനെ എടാ പോടാന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ? അവനെ എടാ പോടാന്നൊക്കെ വിളിക്കുന്ന ഒരു വിലയും കൊടുക്കുന്നില്ലെന്നേ. ഇപ്പം ദേ കാല് മസാജ് ചെയ്യിക്കുന്നു, അവളുടെ കാലിനകത്തിൽ പോളിഷ് ചെയ്യാൻ പറയുന്നു. ഒരു നാണവും ഇല്ലാണ്ട് അവൻ അതല്ലേ ഇരുന്ന് ചെയ്തു കൊടുത്തുകൊണ്ട് ഇരിക്കാം. അവൻ പോളിഷ് ചെയ്യുകയോ മസാജ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എൻ്റെ ചന്ദ്രേ, നിനക്കെന്താ? ഇതൊന്നും ചുമ്മാ ഇടാൻ പറ്റത്തില്ല രവിയേട്ടാ. അവളുടെ അടിമപ്പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അവൾ അവനെ കെട്ടിയത്? ആണോ? ഇതൊന്നും ശരിയൊന്നും അല്ല വർഷയെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ അവൾ എന്നോട് പറയാം, ആൻറ്റി ചെന്ന് അങ്കിളിനോടെ നെയിൽ പോളിഷ് ചെയ്ത് തരാൻ പറയാൻ. അവൾ അങ്ങനെ പറഞ്ഞോ? നെയിൽ പോളിഷും തന്നു കിട്ടു, ദേ നോക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവിയേട്ടൻ ഈ നെയിൽ പോളിഷിലേക്ക് ഇങ്ങനെ നോക്കി. ചന്ദ്രനെ ഒന്ന് നോക്കി, ചന്ദ്രനെ നോക്കിയിരിക്കുക. അല്ല ഇപ്പം ഞാൻ എന്താണാവാ വേണ്ടേ? നിന്റെ കാലിൽ നഖത്തിൽ നെയിൽ പോളിഷ് ഇട്ട് തരണോ? ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കോ എന്ന് ചന്ദ്ര. അവൾ എന്തൊക്കെയാ കാണിച്ച് കൂട്ടുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുക. പെണ്ണാണെന്ന വിചാരം വേണ്ടേ? പിന്നെ അവൾ തലയിൽ കയറി നിരങ്ങിയാലും അവനൊന്നും പറയാൻ പോണില്ല, ഒന്നും മിണ്ടാതെ അനുസരിച്ച് അങ്ങ് നിൽക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ തലയാട്ടുക. അവളുടെ അച്ഛനെ അമ്മയും പറഞ്ഞാൽ മതിയല്ലോ, തല്ലി വളർത്താത്തത് കൊണ്ട് അവളിങ്ങനെയൊക്കെയെന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ നിനക്കാന്ത എത്ര പ്രശ്നം? ചന്ദ്ര, ചില കാര്യങ്ങൾ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ ജീവിതം അല്ലേ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല രവിയേട്ട. ഞാൻ പറഞ്ഞു, അവൾ കേൾക്കില്ല. രവിയേട്ടനൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ അവളോട് പറയണ്ടേ? അവനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവന് നിലയും വിലയൊക്കെ കൊടുക്കണം, അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കരുതെന്ന് രവിയേട്ടൻ ചെന്ന് പറയാൻ പറഞ്ഞു. അവൾക്ക് അവളുടെ കയ്യിൽ നിന്ന് നിനക്കിട്ട് കിട്ടാനുള്ള മുഴുവൻ നീ മേടിച്ചോണ്ട് വന്നു, ഇനി എനിക്കും കിട്ടണം, എനിക്കും വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണോ? അത് നിന്റെ മനസ്സിൽ വെച്ചാൽ മതി ചന്ദ്ര എന്ന് പറഞ്ഞു. രവിയേട്ടൻ പറഞ്ഞു, അവൾ കേൾക്കുമെന്നേ, ചെന്ന് പറ, ചെല്ല്, എഴുന്നേക്ക്, ബാ എന്നും പറഞ്ഞ് രവിയേട്ടനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവനിപ്പോൾ അത് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അവൻ്റെ ഭാര്യ അതിൻ്റെ കാല് തിരുമ്മി കൊടുത്തു, കാലിന് നെയിൽ പോളിഷ് ഇട്ടെടുത്തു കൊടുത്തു, അതിലൊന്നും ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. ഒരമ്മ എന്ന നിലയിൽ ഇതൊക്കെ കണ്ട് നിനക്ക് സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? സന്തോഷിക്കേണ്ട കാഴ്ച തന്നെയാണ് അത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല രവിയേട്ടാ, ദേ ഇത് ഇന്നത്തോടെ നിർത്തിയേ പറ്റുള്ളൂ. രവിയേട്ടൻ നിന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? ശ്രീകാന്ത് നിന്നോട് വല്ല കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നോ? അവൻ പറയൂ അതിന്. അവൾ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കുമല്ലേ, പിന്നെ എങ്ങനെയാ അവൻ പറയുന്നത്? അപ്പോൾ അവന് പ്രശ്നമില്ല, പിന്നെ പ്രശ്നം നിനക്കാ. എന്തായാലും അവർ തമ്മിൽ വാടാ പോടാ വിളിക്കുന്നതൊക്കെ അവർ തമ്മിലുള്ള ആ ഒരു ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ സൂചനയാണ്. അതിന് നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവർ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു നിൽക്കണമെന്നാണോ രവിയേട്ടായി പറയുന്നത്? എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. പറ്റണം, പറ്റിയേ പറ്റൂ. കാലത്തിനനുസരിച്ച് നമ്മളും മാറണം ചന്ദ്രേ, ഇല്ലെങ്കിൽ ശരിയാവില്ല. അച്ഛമ്മ അച്ചാച്ചൻ്റെ പേര് പോലും വിളിക്കില്ലായിരുന്നു. അമ്മ അച്ഛൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നും രവിയേട്ടൻ ചന്ദ്രയോട് പറയാം. അവരൊക്കെ ജീവിച്ചതുപോലെയാണോ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം? അല്ലല്ലോ, അതും മാറിയില്ലേ. പുതിയ തലമുറയുടെ ലൈഫ് ഇപ്പോൾ വേറെ രീതിയിലാണ്, അത് നമ്മൾ ഉൾക്കൊള്ളുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ചന്ദ്രപതി ഇങ്ങനെ നോക്കുക കേട്ടോ. ദേ ഈ പഴയകാലത്തെ പെണ്ണുങ്ങളെ പോലെ ഒന്നും അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ. ഇന്ന് അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലി, വരുമാനം എല്ലാം ഉണ്ട്. സ്വന്തം കാലിൽ നിൽക്കുന്നവർ തന്നെ അവരും. ഈ പുരുഷനെ ആശ്രയിച്ച് ജീവിക്കേണ്ടവളാണ് സ്ത്രീ എന്നുള്ള ചിന്താഗതിയൊക്കെ മാറി മറിഞ്ഞു ചന്ദ്രൻ. ഇപ്പോൾ ആൺപെൺ വ്യത്യാസവും ഒന്നുമില്ല, രണ്ടുപേരും തുല്യരാ. ശ്രീകാന്തും വർഷയും അതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. അവർക്ക് നല്ല മാറ്റം വന്നിട്ടില്ല, അതിൽ സന്തോഷിക്കേണ്ട ചന്ദ്രൻ. എന്താ ഭർത്താവിനെ വാടാ പോടാന്ന് വിളിക്കുന്നതാണോ നല്ല മാറ്റം? അവൾ എന്തൊക്കെയാ കിടന്ന് പറയുന്നത്, എന്തൊക്കെയാ അവൾ ചെയ്യണത്? അവൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കണ്ടും കേട്ടും എനിക്കങ്ങനെ വാ മൂടി കെട്ടിയിരിക്കാനൊന്നും പറ്റത്തില്ല രവിയേട്ടാ. ഞാൻ അങ്ങനെ ഇരിക്കേയില്ല. രവിയുടെ അന്നേരം ചന്ദ്രനെ ഇങ്ങനെ അടിമുടി നോക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് ആ പത്രം എടുത്തുകൊണ്ട് അദ്ദേഹം പോയി. നീ പോ ചന്ദ്രയെന്നും പറഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അവിടെ കല്യാണ സ്ഥലത്ത് നിൽക്കുമ്പോൾ ശ്രുതി വിളിക്കുക, താലികെട്ട് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഇല്ല ശ്രുതിയെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും അന്വേഷിച്ചു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ കൂടെ കല്യാണത്തിന് വരാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് ശ്രുതിയോട് പറയാം. അപ്പോൾ അതൊന്നും സാരമില്ലെന്നേ. പിന്നെ അല്ല ഇന്നലെ വിളിച്ച കസ്റ്റമർ എങ്ങാനും വന്നായിരുന്നു എന്ന് ചോദിച്ചപ്പം വന്നായിരുന്നു. പിന്നെ 5 ലക്ഷത്തോളം രൂപയുടെ പ്രൊഡക്ട്സ് ആണ് അവർ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ റെഡി ക്യാഷും തന്നെന്ന് പറഞ്ഞു. ആണോ? പിന്നെ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആണോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം ശ്രുതിക്ക്. ഒറ്റ സ്റ്റേജിൽ 1 ലക്ഷത്തോളം രൂപയാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അങ്ങനെ ഭയങ്കര സ്വപ്നം കാണൽ രണ്ടുപേരും കൂടി. കാശ് നമ്മൾ നശിപ്പിക്കരുത് കേട്ടോ, കാശൊക്കെ ആലോചിച്ച് ചിലവാക്കണം. പിന്നെ ഇങ്ങനെ സെയിൽ നടന്ന പിന്നെ ശ്രുതിയെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. പറഞ്ഞ് നിൽക്കണം. വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ നമുക്ക് വേറൊരു ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും പറ്റുമെന്നും പറഞ്ഞു. അല്ല ശ്രുതി, നീ ഇന്ന് മടങ്ങുന്നുണ്ടോ അതോ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് അവിടെ കൂടുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതി ഇല്ലാതെ എന്ത് അടിച്ചുപൊളിയാണ് എനിക്കെന്ന് ശ്രുതി ചോദിച്ചു. താലികെട്ട് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച ഉടനെ ഞാൻ ഇവിടുന്ന് മടങ്ങുമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോണും വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ എല്ലാം കഴിഞ്ഞ് വന്നിരുന്നപ്പോഴത്തേക്കും 2 പേര് ശ്രുതിയെ കാണാനായിട്ട് വന്നു. എന്താ സാർ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്ട്സാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ
കുറച്ച് മുൻപ് രണ്ടുപേരും വന്ന് ഇവിടുന്ന് 5 ലക്ഷം രൂപയുടെ പ്രൊഡക്ട്സ് വാങ്ങിച്ചില്ലേ എന്ന് ചോദിച്ചു. ആ വാങ്ങിച്ചു സാർ. എന്തായിരുന്നു? അല്ല, നിങ്ങൾ അവരെ അറിയുന്നവരും എല്ലാം ആണോ? അവർ പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാൻ വന്നാണോ? അവർ ക്യാഷ് അല്ലേ തന്നതെന്ന് ചോദിച്ചു. അപ്പം അതേന്ന് പറഞ്ഞു. ആ ക്യാഷ് ഇങ്ങ് എടുക്കാൻ പറഞ്ഞു. ക്യാഷോ? എന്തിനാ സാർ? അതെടുക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? അങ്ങനെ അതെ, ആ ക്യാഷ് ഇങ്ങ് എടുക്കടോ. അത് പിന്നെ സാർ, എനിക്ക് ക്യാഷ് എടുത്ത് ഇവിടെ വെക്കടോ എന്ന് പറഞ്ഞു. അങ്ങനെ സുധി എടുത്ത് ക്യാഷ് വെച്ചു. അപ്പോൾ ആ ക്യാഷ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഈ ക്യാഷ് മുഴുവൻ ചെക്ക് ചെയ്തു. അവർക്ക് കൊടുത്ത ബില്ലിൻ്റെ കോപ്പി ഇങ്ങ് കാണിക്കാൻ പറഞ്ഞു. അന്നേരം അത് പിന്നെ സാർ കോപ്പി, അപ്പോൾ എൻ്റെ കയ്യിൽ കോപ്പിയൊന്നും ഇല്ല സാർ എന്ന് പറഞ്ഞു സുധി. അവർക്ക് ബില്ല് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ബില്ല് കൊടുത്തിരുന്നില്ല. അപ്പോൾ ബ്ലാക്ക് മണിയാണ് താൻ വാങ്ങിച്ചിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. ഇവിടെ പ്രൊഡക്ട്സ് വിൽക്കുമ്പോൾ ബില്ല് കൊടുത്തിരിക്കണം. ടാക്സ് വെട്ടിപ്പ് നടത്തിയിരിക്കുകയാണല്ലോടോ താനെന്ന് പറയുമ്പം, അയ്യോ സാർ, അത് പിന്നെ എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല സാർ, ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി കിടന്ന് വട്ടം കറങ്ങുക. സുധിയെ ഇൻകം ടാക്സ് വന്ന് പൊക്കി. അങ്ങനത്തെ സുധിയുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ സുധിയുടെ ഉള്ള വരുമാനവും പോയി. കിട്ടിയ 1 ലക്ഷം രൂപ ഇതായിട്ട് പോയി. അങ്ങനെ അവർ വന്ന കാശും കൊണ്ട് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നപ്പില്ല, പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ ആലോചിക്കുക. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അതെ, എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ആരാ തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ സാർ, വിജിലൻസ് ഓഫീസർമാരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ എന്തിന്? നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയ സാധനങ്ങളിൽ എൻ്റെ ഷോറൂമിൽ നിന്ന് കൊണ്ടുപോയ AC ഫ്രിഡ്ജും ഇതൊക്കെയുണ്ട്, അത് തിരികെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ തൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് സുധി എന്നാണെന്ന് പറഞ്ഞു. ഞാനിവിടെ ഒരു ഹോം അപ്ലയൻസസ് ഷോറൂം നടത്തുകയാണ്. 2 പേരെൻ്റെ ഷോറൂമിൽ വന്ന് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയെന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ വിജിലൻസ് ഓഫീസർ എന്നും പറഞ്ഞ് സുധി പറയാൻ തുടങ്ങിയപ്പോൾ, നിർത്ത്, പിന്നെ എന്താണ് നടന്നതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. SI സാറ് കാര്യങ്ങൾ പറയാം. അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങനെ അങ്ങ് പറഞ്ഞു. അതെ സാർ, അങ്ങനെ തന്നെയാണ് സാർ നടന്നത്. ശരിയാണ് സാർ, അങ്ങനെ അവർ പറഞ്ഞത്. അത് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് സുധി പറയണം. അവർ പറഞ്ഞതും ചെയ്തതും ഒക്കെ സാർ എങ്ങനെ അറിഞ്ഞു ചോദിക്കുമ്പം, ഇതുപോലെ അവർ 5 കടകളിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ഓഫീസർമാരെന്ന് പറഞ്ഞു വന്നവർ ഫ്രോഡുകളാണെന്നും പറഞ്ഞു. അങ്ങനെ കള്ളന്മാരടിച്ചുകൊണ്ട് പോയി സുധിയുടെ എല്ലാം. ഇത് കേട്ട് സുധി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ 2 എണ്ണത്തിൻ്റെ അഹങ്കാരം പറഞ്ഞ് നാവ് വായിലേക്ക് കിട്ടില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ പണിയും കിട്ടി. ആ സമയത്ത്, അയ്യോ സാറ്, എന്താ സാറേ ഈ പറയുന്നേ എന്ന് ചോദിച്ചു. ഈ തട്ടിപ്പ് സംഘം കുറച്ച് നാളായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുകയാണെന്നും ഞങ്ങൾ അവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണെന്നും പറഞ്ഞു. അപ്പോൾ സാർ, അവർ ID കാർഡൊക്കെ കാണിച്ചിരുന്നല്ലോ, അത് വ്യാജ ID കാർഡാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം നിങ്ങൾക്ക് ഇല്ലാണ്ടായിപ്പോയല്ലേ? താൻ എത്ര വരെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് 7 ഡിഗ്രി ഉണ്ട് സാർ എന്ന് പറയുമ്പം, ഈ വിവരം വെച്ചിട്ടാണോടോ താൻ 7 ഡിഗ്രിയൊക്കെ മേടിച്ചത് എന്ന് SI സാറ് ചോദിക്കുക സുധിയോട്. സാർ, അപ്പോൾ എൻ്റെ സാധനങ്ങളും പണവും ഒക്കെ നഷ്ടപ്പെട്ടു പോയോ സാറിന് ചോദിച്ചപ്പം, എന്തൊക്കെ സാധനം അവർ വാങ്ങിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ TV, ഫ്രിഡ്ജ്, അപ്പോൾ അവർക്ക് കൊടുത്ത ബില്ലിൻ്റെ കോപ്പി ഉണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ സുധി, തൻ്റെ കടയിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ തെളിവ് വേണമല്ലോ, ഒരു പരാതി എഴുതി തന്നേക്കാൻ പറഞ്ഞു. അന്നേരം സാർ, ബില്ല് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. ഷോറൂമിൽ കാണുമല്ലോ, ബില്ലിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി എന്ന് പറയും. സാർ, അത് പിന്നെ അവർ ബില്ല് വേണ്ടാന്ന് പറഞ്ഞതിനാൽ ഞാൻ ബില്ല് കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞു. ഓ, അപ്പം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയല്ലേ താൻ ബില്ല് കൊടുക്കാതിരുന്നതെന്ന് ചോദിച്ചു. അയ്യോ അല്ല സാർ, അങ്ങനെയൊന്നുമല്ല, അവർ സാധനങ്ങൾ വാങ്ങാതെ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ, എടോ, ഇതൊക്കെ പിടിക്കപ്പെട്ടാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി തനിക്ക് വല്ലതും അറിയാവോടോ എന്ന് ചോദിച്ചു. അതുതന്നെ സാർ, ബിസിനസ്സിൽ തുടക്കക്കാരനാണ് സാർ, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല സാർ എന്ന് പറഞ്ഞ് കരയുമ്പോൾ, പിന്നെ എന്തിനാണോ താനൊക്കെ പഠിച്ച് 7 ഡിഗ്രി എടുത്തത്? തന്നെയൊക്കെ എന്തിനു കൊള്ളാടോ എന്ന് ചോദിച്ചു. സാർ, അവർ കൊണ്ടുപോയ സാധനം എങ്ങനെയെങ്കിലും തിരികെ വാങ്ങിച്ചു തരാൻ പറയുമ്പോൾ, അവരെൻ്റെ പോക്കറ്റിൽ കിടക്കുമല്ല, അതിന് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ, അവരെ പിടികൂടിയാൽ അറിയിച്ചേക്കാവെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധി വിഷമിച്ച് നിൽക്കുക. താനൊരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. സാർ, അത് അവർ കൊണ്ടുപോയ സാധനങ്ങൾ തിരികെ കിട്ടുമല്ലോ അല്ലേ സാർ എന്ന് സുധി ചോദിക്കുമ്പം, ഇത്തരം തട്ടിപ്പ് സംഘങ്ങളൊക്കെ സാധനങ്ങൾ പകുതി വിലയ്ക്ക് വിൽക്കുകയാണ് പതിവെന്ന് പറഞ്ഞു. പിന്നെ തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുമെന്നും പറഞ്ഞു. എന്തായാലും താൻ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ സുധി അവിടെ നിന്ന് കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പോകാനായിട്ട് നിൽക്കുന്നിടത്ത് ഇന്നത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.